ഞങ്ങൾ അതിന് സുന്നത്തുമായത്രേ അതിന്റെ ഭരണം വരാത്ത നിരക്ക് ആര് ഞങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ അവരും ഞങ്ങളുമായി ചില നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യും. അത് ഒരു വഹാബിക്കെതിരെ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും. പക്ഷേ അവൻ സുന്നത്തമായത്തിനെ സഹായിച്ചാൽ മതി. സുന്നികൾക്ക് വല്ല സംഗതിയും വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാക്തത്വം ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ഉപായം. അത് താല്പര്യമെടുത്തതായിട്ട് വരും. അതിന്റെ സന്ദർഭവും വന്നെത്തിയിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളും. രാഷ്ട്രീയക്കാരെ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾ പേടിപ്പിക്കാൻ ഒഴുകിയിട്ടില്ല. ഞങ്ങൾ ഒരാളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമില്ലാതെ മുസ്ലിമില്ലാതെ മുസ്ലിം ജീവികളെ മുസ്ലിമില്ല. പിന്നെന്ത് മുസ്ലിം ചെയ്ത് പിന്നെന്ത് മറ്റേത്? ആദ്യം മുസ്ലിമല്ലേ? മുസ്ലിം ഉണ്ടായിട്ട് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് മറ്റു വാചകങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇസ്ലാമിനെ തന്നെ പാഠം നിഷേധിച്ചുകൊണ്ട് വെറും തനിക്ക് ഹൈന്ദവ സ്ത്രീകളുടെ സംസ്കാരം നമ്മുടെ സ്ത്രീകളെ കൊണ്ട് അവർ സ്വീകരിക്കാൻ വേണ്ടി നിർബന്ധിതരാക്കൽ അല്ലേ ചെയ്യുന്നത്? ഇതാരും ചെയ്ത് ഞങ്ങളല്ലാതെ ഉത്തരവാദി. ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തെ അർദ്ധനഗ്നരായും കൊണ്ട് തനി ഹൈന്ദവ വേഷം അണിയിച്ചുകൊണ്ട് സിനിമയിലും മറ്റ് മീറ്റിങ്ങുകളിലും പാർക്കുകളിലും വിലസാൻ വേണ്ടി ഇവരെ കയറുകൂടി വിട്ടത് ഞങ്ങളല്ലാതെ ഉത്തരവാദി. ഇത് ഹൈന്ദവ സംസ്കാരം അല്ലേ? ഇത് ചർച്ച ക്രിസ്ത്യാനികൾ അവരുടെ സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നു. എന്ന് മനസ്സിലാക്കിയും കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഉള്ള സ്ത്രീകളെ മുസ്ലിം ദേവാലയങ്ങളിലേക്ക് പള്ളികളിലേക്ക് ആനയിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത ആരാണ്? ഞങ്ങളല്ലാതെ. ഇതെല്ലാം നല്ലതിനാണോ? ഇതിനൊക്കെ എന്താണ് ചെയ്യുന്നത്? എന്താ? ദീന്റെ വല്ല ലക്ഷ്യം ഉണ്ടാകുന്ന വല്ല പ്രവർത്തനവും ഈ സുന്നത്യമായത്തിന്റെ കക്ഷി ഒഴിച്ച് വല്ലവരും ചെയ്യുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. ഇവിടെ കേരളത്തിൽ എന്തെല്ലാം സംഭവിക്കുന്ന ഒരൊറ്റ സംഗതിക്കും അവർക്ക് വിമർശനം ഇല്ല. അവർക്ക് വിമർശനം സുന്നികളെ സംബന്ധിച്ച് മാത്രം, അല്ലെങ്കിൽ സമസ്തയെ സംബന്ധിച്ച് മാത്രം. ഇവിടെ എന്ത് പുണ്യമാസം ഈ കേരളത്തിൽ വന്നാലും അതവർക്ക് പ്രശ്നമല്ല. കാര്യാരി കാഫറല്ല, വേറെ ഒന്നുമല്ല. കാഫറാവലിയൊന്നും ഇല്ല അവർക്ക്. കാഫറാവലും ഇല്ല, നിർത്തുണ്ടാവൽ ഇല്ല. അങ്ങനെയുണ്ട്. ഓരോരുത്തരും ഓരോ മതം, 4 മതം വിട്ട് ഓരോ മൗലവിക്ക് ഓരോ മതം. അതേ യഥാർത്ഥത്തിൽ ഉള്ളത് ഒരു മൗലവിന്റെ മതമല്ല മറ്റേ മൗലവിക്ക്. ഒരാളുടെ അഭിപ്രായം അല്ല മറ്റൊരാളുടെ അഭിപ്രായം. ഒരാളുടെ അഭിപ്രായം പെണ്ണുങ്ങൾക്ക് കോണം കെട്ടിയാൽ മതി എന്ന് ഉറപ്പില്ലാതെ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ? എന്തവകാശം? കോണം കെട്ടി നടക്കാൻ. ഇതിന് മുഖ്യമാക്കിയില്ലേ? ഇതല്ലേ നിങ്ങളെ സുന്നത്ത്? എവിടെ പോയതാ തലച്ചോറ്? തലച്ചോറ് എവിടെ പോയി ചോദിക്കും ഞാൻ. ഒന്നാലും സുന്നത്തമില്ലല്ലേ? മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ? എന്നിട്ട് അവസാനമായി കോണം കെട്ടിയാൽ മതി. ഇതിനു വേണ്ടി പുസ്തകം ഉണ്ടാക്കിയില്ലേ? ഈ ജാതി ഇസ്ലാമിനെ വശമാക്കുകയും ഇതര സമുദായങ്ങൾ, ആ സമുദായങ്ങൾക്കിടയിൽ പരിശുദ്ധതയെ അപകേളിയെ മാത്രമാക്കുകയും പ്രവൃത്തി ആരാണ് ചെയ്തത്? ഞങ്ങളാണോ? ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുന്നില്ല. ഞങ്ങളുടെ വിദ്യാലയങ്ങൾ, ഞങ്ങൾ പഠിപ്പിക്കുന്ന ദർശകൾ, അങ്ങനത്തെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുത്ത മുതാജിദികളെ വാർത്തെടുക്കാൻ വേണ്ടി പാടുപെടുകയാണ്, അധ്വാനിക്കുകയാണ്. അതേ സമയത്ത് കോണം കെട്ടികളെ വാർക്കലാണ് ഇവരുടെ കോളേജിന്റെ ഉദ്യോഗം. ഇവരുടെ ജോലികളാണ്. അങ്ങനെയൊക്കെ മുസ്ലിം സമുദായം ചിന്തിച്ചുകൊള്ളും. അവരുടെ പൂർണ്ണ ലക്ഷ്യം എന്താണ്? ഈ ഭൗതിക ലക്ഷ്യം. വല്ല ഉദ്യോഗം കരസ്ഥമാക്കണം, ഭൗതികമായ പല നേട്ടങ്ങളും സംഭവിക്കണം. ഇതല്ലേ അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടി ഇത്രയും പാടുപെടേണ്ട ആവശ്യം ഉണ്ടോ? ഈ നിലക്കെല്ലാം തന്നെ മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവരുത് എന്ന് ധരിച്ചുകൊണ്ടാണ് സിനിമയും ജീവിതങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഏർപ്പെടുത്തുന്നത്. പക്ഷേ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളും മുജാഹിദ് മീറ്റിങ്ങുകളും ഗതിയും കൂടുതൽ ഏർപ്പെടുത്തിയാൽ അത്രയും അഭിനന്ദനം നിങ്ങൾക്ക്. ഇതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇന്ന് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും മറ്റോനും എല്ലാം കൂടി ഒന്നാമത് പോലെ എല്ലാ കുറുക്കനും നായിയും ഭംഗിയും ഇതൊക്കെ ഒന്നായാൽ ഞങ്ങൾക്ക് എന്താണ്?
സുന്നത്തിൽ ജമാഅത്തിൽ ഇവിടെ നിലനിൽക്കും. അവരെ ഇവിടെ നയിക്കാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. അതിന് സുന്നത്തുൽ ജമാഅത്തിന്റെ കക്ഷി യഥാർത്ഥ ഇസ്ലാമിന്റെ കക്ഷിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതും ആണ്. ആ കക്ഷി ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ കക്ഷി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്, റബ്ബുൽ ഇസ്സത്തിന്റെ മഹ്ബൂബീങ്ങളാണ്, മുഖറബീങ്ങളാണ്. ബഹുമാനപ്പെട്ട ജിലാനി, ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ, ബഹുമാനപ്പെട്ട ഖവാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ ഇതുപോലെയുള്ള ആരിഫീങ്ങളാണ്, റബ്ബുൽ ഇസ്സത്തിന്റെ മഹ്ബൂബീങ്ങളാണ്. അവരെ പിന്തുടർന്നിട്ടുള്ള കക്ഷികളും ആണ്. അവരുടെ സ്ഥിതി എന്താണ്? ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആരാണ്? ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഒരു ശാശ്വതമായ ഒരു നിലനിൽപ്പ് ഈ ഇന്ത്യ രാജ്യത്തിൽ ഉണ്ടാക്കി തീർത്തത് ആരാണ്? ഔലിയാക്കളല്ലാതെ മറ്റാരുമല്ല. മഹാന്മാരായ ഔലിയാക്കളാണ്, ആരിഫീകൾ ആണ്. അവരെ കൊണ്ടല്ലാതെ സാധ്യവും അല്ല. ഞാൻ ആ സംഗതി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനിയും ഇവിടെ നമ്മുടെ മാന്യ അതിഥികൾ പലരും ഇവിടെ സംസാരിക്കാൻ ഉണ്ട്. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കണം എന്നും നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി സംഗതികൾ വീക്ഷിക്കണമെന്നും ചിന്തിക്കണമെന്നും മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാൻ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഔലിയാക്കൾ, ആരിഫീകൾ, മഹാന്മാരായ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, അവരെ താബീഈകൾ അവരുടെ കൂട്ടത്തിൽ അണിതെറ്റാതെ കണ്ട് റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ബൂബായ കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും നിലനിർത്തി തരട്ടെ.